പൃഥ്വിരാജിനും സഹോദരൻ ഇന്ദ്രജിത്തിനുമെതിരെ കടുത്ത വിമർശനവുമായി വീണ്ടും RSS മുഖവാരിക ഓർഗനൈസർ. ദേശവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജ് എന്നാണ് വിമർശനം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തെ പിന്തുണച്ചു. ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ സഹോദരൻ ഇന്ദ്രജിത്തും പിന്തുണച്ചു എന്നാണ് ആരോപണം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ പൃഥ്വിരാജ് പ്രതികരിച്ചില്ലെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാലും ചേരുന്നു. ശരത്, ഇപ്പോൾ തുടർച്ചയായി 3-ാം ദിവസമാണ് എന്ന് തോന്നുന്നു ഓർഗനൈസർ ഇങ്ങനെ പൃഥ്വിരാജിനെ തന്നെ ഉന്നമിട്ട് ആക്രമിക്കുന്നത്. ഒരു സിനിമയാണ്, ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർക്കെതിരെ കൂടുതലൊന്നും എന്തായാലും പറയാനില്ല ഓർഗനൈസർക്ക്. മോഹൻലാലിനെ കബളിപ്പിച്ചു എന്ന ആരോപണത്തിന് ആ ഒരു ആരോപണത്തിന് തന്നെ കനം കൊടുക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി ഓർഗനൈസർ കാര്യങ്ങൾ എഴുതുന്നത്. ഇന്ന് വളരെ ക്ലിയറാണ്, പൃഥ്വിരാജിനെ തന്നെയാണ് ആക്രമിക്കുന്നത്, പൃഥ്വിരാജിനെ തന്നെയാണ് ഉന്നമിടുന്നത്. എന്താണ് വിവരങ്ങൾ? ശരത്ലാലിലേക്ക് തിരിച്ചു വരാം. കോൾ കട്ടായതാണ്, പെട്ടെന്ന് തിരിച്ചു വരാം. എന്തായാലും പൃഥ്വിരാജിന്റെ ദേശവിരുദ്ധ ശബ്ദമാണ് എന്നാണ് ഇപ്പോൾ ഓർഗനൈസർ പറഞ്ഞിരിക്കുന്നത്. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനെ പിന്തുണച്ചു എന്ന്. അത് ദേശവിരുദ്ധതയാണെങ്കിൽ എത്ര ആളുകൾ പിന്തുണച്ചിട്ടുണ്ട്? മാധ്യമപ്രവർത്തകരെ അടക്കം എത്രയോ ആളുകൾ പിന്തുണച്ച വിഷയമാണ് ലക്ഷദ്വീപിന് വേണ്ടിയിട്ടുള്ള സമരം. ഈ അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഈ CAA NRC വിഷയത്തിലുള്ള പ്രക്ഷോഭം, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം. എത്രയോ ആളുകൾ സമരം ചെയ്തതാണ്, എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യത്തിൽ നിലപാടെടുത്തതാണ്. അവരൊക്കെ എങ്ങനെയാണ് ദേശവിരുദ്ധരായി മാറുന്നത് എന്ന ചോദ്യം ഓർഗനൈസറിൻ്റെ ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇനി സ്വാഭാവികമായും എമ്പുരാൻ്റെ അടുത്ത ഘട്ടത്തിൽ ഉയരാൻ സാധ്യതയുള്ള ചർച്ചയും. ശരത്തിലേക്ക് വരാം. ശരത്ത് ഇപ്പോൾ കണക്റ്റായിട്ടുണ്ട്. ശരത്ത്, ഇപ്പോൾ ഈ പൃഥ്വിരാജിനെ തന്നെ നേരിട്ട് ഉന്നമിടുന്ന തരത്തിലാണ് RSS നീങ്ങുന്നത് എന്ന് വ്യക്തമാണല്ലോ. ഓർഗനൈസർ ഇതിപ്പോൾ 3-ാം ദിവസമാണ് പൃഥ്വിരാജിനെതിരെ, പൃഥ്വിരാജ് ദേശവിരുദ്ധനാണ് എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരാക്രമണം നടത്തുന്നത്. എന്താണ് വിവരങ്ങൾ? ഇങ്ങനെ ഇതിനൊരു അവസാനം ഉണ്ടാക്കേണ്ടതില്ല. ഒരു സ്വയം സെൻസർ ചെയ്യാനുള്ള തീരുമാനം നിർമ്മാതാക്കൾ എടുത്തിട്ട് പോലും പൃഥ്വിരാജിനെ ഉന്നമിട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണോ RSS തീരുമാനിച്ചിരിക്കുന്നത്? കർഷൻ, ഓർഗനൈസറിൻ്റെ അത്തരമൊരു നിലപാട് തന്നെയാണ് ഓർഗനൈസറിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. മോഹൻലാലിനോട് ആക്രമണം സോഫ്റ്റ് ആക്കുകയും അതിനുശേഷം വളരെ ശക്തമായ രീതിയിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഓർഗനൈസറിൻ്റെ ഇന്നത്തെ ലേഖനത്തിലുള്ളത്. വളരെ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ, പൃഥ്വിരാജ് എന്നും ഹിന്ദു വിരുദ്ധതയാണ്. ഹിന്ദുക്കളുടെ കാര്യത്തിലും ഒരു മുനമ്പത്തെ സമരത്തിൽ പോലും പൃഥ്വിരാജ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ബംഗ്ലാദേശിൻ്റെ കാര്യം എടുത്തു പറയുന്നു. ഇതേപോലെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പൃഥ്വിരാജിനെ വ്യക്തിപരമായിട്ട് എതിർക്കുന്ന, അതായത് ഹിന്ദു വിരുദ്ധനാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ലേഖനമാണ് RSSൻ്റെ മുഖപത്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള 3 ലേഖനങ്ങളാണ് 3 ദിവസങ്ങളിൽ വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും പൃഥ്വിരാജിനെ വ്യക്തിപരമായും അല്ലെ അദ്ദേഹത്തിനെതിരെയുള്ള RSSൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് ഇന്നത്തെ ഇതിലുള്ളത്, ഓർഗനൈസറുള്ളത്. ഹർഷൻ ചോദിച്ച പോലെ ഇതിനൊരു അവസാനം വേണ്ടേ എന്നുള്ള രീതിയിലുള്ള, അതായത് ഇന്നലെ BJP പ്രതികരിച്ചതും BJP അധ്യക്ഷൻ പ്രതികരിച്ചതും സ്വയം സെൻസർ ചെയ്തോടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്നതാണ്. എന്നാൽ അക്കാര്യത്തിൽ RSSും അതുപോലെ സംഘപരിവാർ സംഘടനകളും സ്വയം സെൻസറിങ്ങിന് ഉള്ള തീരുമാനത്തോട് യോജിപ്പില്ല, അതിൽ കൂടുതൽ അവർക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിലാണ് ഓർഗനൈസറുടെ ഇന്നത്തെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പൃഥ്വിരാജിനെതിരെയുള്ള ആക്രമണം രൂക്ഷമാക്കുക എന്നത് തന്നെയുള്ള ഒരു ആഹ്വാനമാണ് ഓർഗനൈസറുള്ളത്. ഹർഷൻ.